എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ മുഖത്ത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കണ്ണാടി എടുത്ത് മാറ്റണം. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. തന്റെ മുമ്പില് മുഖക്കണ്ണാടി ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം തന്റെ തന്നെ രൂപം കണ്ടിട്ട് ചില വാക്കുകൾ ഇങ്ങോട്ട് പറഞ്ഞു. ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്. താങ്കളുടെ നേതാവ് പറഞ്ഞ കണ്ണാടിയിൽ നോക്കി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണെന്ന് താങ്കൾ പറയുന്നത്. എന്തോ ആളാക്കിയതാണല്ലേ? ഇനി കൊരക്കേണ്ടത് താങ്കൾ ഇടപെട്. തൊടലില്ലാത്ത പട്ടികളെ ശീലം താങ്കൾക്കായിരിക്കും. താങ്കൾക്ക് തുടലുണ്ടാകും, താങ്കൾ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടാകും. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? അല്ലല്ല, രാഹുൽ പറഞ്ഞപ്പോൾ അനിൽ മിണ്ടാതിരിക്കുകയാണ്. ശരൽകുമാർ പറഞ്ഞു പൂർത്തിയാക്കും. ഓഹോ, അങ്ങനെയാണല്ലേ? തൊടലില്ലാത്ത കുറെ പട്ടികളെ ഏതെങ്കിലും ഒരു സങ്കേതത്തിൽ ആരെങ്കിലും വളർത്തുന്നുണ്ടെന്ന് കരുതി കണ്ണാടിയിൽ അവർ നോക്കി കുരയ്ക്കുമ്പോ അത് മറ്റാരെങ്കിലും ബാധിക്കും എന്ന് യാതൊരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കാർക്കുമില്ല. ഇതിന് മരുന്നില്ല. നിങ്ങളുടെ കുറയും ഈ പ്രയോഗം നിങ്ങളുടെ കണ്ണാടിയിൽ നിങ്ങളൊക്കെ നടത്തിയാൽ മതി, നിങ്ങളുടെ കളരിയിലൊക്കെ നടത്തിയാൽ മതി. ഇതൊന്നും ഇവിടെ ചെലവാകത്തില്ല. ഈ ഒന്ന് മണപ്പിക്കുമ്പോഴേക്കും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. നിങ്ങള് ഇവിടെ ഹാഷ്മിയോടാ ഞാൻ ചോദിക്കുന്നത്. അല്ല, ശ്രീ BS അച്യുതാനന്ദനെ വെട്ടിയെരിഞ്ഞാൽ പട്ടിക്കിട്ട് കൊടുക്കണം. ഒരു ഗസ്റ്റ് കുരയ്ക്കുകയാണ്. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? കേട്ടോ. അല്ല രാഹുൽ, ചർച്ചയിൽ ഞാനില്ല സാർ. അല്ല, താങ്കൾക്ക് ഇടപെടാൻ തോന്നുന്നില്ലെങ്കിൽ അല്ല, താങ്കൾ പറയൂ. ഞാൻ കുരയ്ക്കുകയാണോ? അല്ല, ഞാൻ ഈ ചർച്ചയിലില്ല. അങ്ങനെ CPM-കാരൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാനായിട്ട് AKG ശവന്ത്രയിൽ നിന്ന് ശമ്പളം പറ്റുന്ന ആളല്ല ഞാൻ. ഒരു വൈദികനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുന്നത്ര അതപ്പതിച്ചൊരു വാക്കാണോ സുധാകരൻ പറഞ്ഞത്? ഇനിയും ആ വാക്കിനകത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ചക്കിടയിൽ ഇടയ്ക്കിടെ അനിൽകുമാർ എന്ന് വിളിക്കുന്നതിന് പകരം ശ്രീ നികൃഷ്ട ജീവി എന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹത്തിന് അതിനകത്ത് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അതല്ല, അനിൽകുമാർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് മറുപടിയായിട്ട് ഞാൻ പറയുക, അല്ലയോ പ്രിയപ്പെട്ട ശ്രീ പരനാറി എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാവുകയില്ല. അപ്പോ അദ്ദേഹത്തിന് വേദന ഉണ്ടാകുന്ന ഈ പരാമർശങ്ങളൊക്കെ ഉയർന്നു വന്ന നാവ് അത് പിണറായി വിജയന്റേതാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. കേരളത്തിലെ ഇത്രയും മലീമസമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ടുള്ള ഒരു മുതിർന്ന നേതാവ്, ആ നേതാവ് കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് കലാപാഹ്വാനത്തെ പറ്റി പറയുന്നത്. പിണറായി വിജയനെതിരായിട്ട് ഒരു ഉപമ പറഞ്ഞാൽ ആര് കലാപം നടത്തുമെന്നായി പറയുന്നത്? ആരാ ഇതിന് കലാപം നടത്താനായിട്ട്? ഒരു മതപുരോഹിതനെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഒന്നാണല്ലോ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കോടതി വെർഡിക്റ്റുകൾ പോലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു മതപുരോഹിതനെ നികൃഷ്ട ജീവി എന്ന് വിളിക്കുകയും പിന്നീട് മാധ്യമപ്രവർത്തകർ അതിനകത്ത് പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പശ്ചാത്താപമില്ല എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. പിന്നെ ഇപ്പോഴത്തെ പരാമർശം പറഞ്ഞു, അത് ശ്രീ സുധാകരൻ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് അതിനകത്ത് വേദന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഞാൻ മുഖ്യമന്ത്രി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒരു ഉപമ പറഞ്ഞതാണ്. ഇനി ഉപമയല്ലല്ലോ ശ്രീ ഹാഷ്മി, വളരെ പച്ചക്ക് ഇപ്പൊ പട്ടി എന്നുള്ളതാണ് പരാമർശം. ഞാൻ ആ വാക്ക് പട്ടി എന്നുള്ളത് എന്തെങ്കിലും അൺപൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു ജീവിയുടെ പേരാണല്ലോ പട്ടി എന്നുള്ളത്. CPM-കാർക്ക് ഇത്രയും അയിത്തമുള്ള ഒരു വാചകമാണ് എങ്കിൽ M സ്വരാജ് പറഞ്ഞു എന്ന് പറഞ്ഞ് ശ്രീ VS അച്യുതാനന്ദൻ മറുപടി പറഞ്ഞൊരു പ്രസ്താവനയുണ്ടല്ലോ. VS അച്യുതാനന്ദനെ വെട്ടിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണം. പിന്നീട് M സ്വരാജ് തന്നെ പറയുന്നുണ്ട് അത് മാധ്യമ സൃഷ്ടിയാണെന്ന്. പക്ഷേ ആ പരാമർശത്തിന് വിധേയനായ VS അച്യുതാനന്ദൻ ഇന്നത്തെ ദിവസം വരെ അദ്ദേഹം ജീവനോടെ ഉണ്ടല്ലോ. അദ്ദേഹം ഒരിക്കൽ പോലും തിരുത്തി പറഞ്ഞിട്ടില്ല. ഒരു മുതിർന്ന നേതാവിനെ, അദ്ദേഹം ഇപ്പോ DCC പ്രസിഡന്റ് ഒക്കെ കാര്യം പറഞ്ഞു കേട്ടു, VS അച്യുതാനന്ദനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നേതാക്കന്മാരിൽ ഒരാളെ വെട്ടിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കണമെന്ന M സ്വരാജിന്റെ പ്രസ്താവനയോളം അതപ്പതിച്ചൊരു പ്രസ്താവനയാണോ ശ്രീ K സുധാകരന്റെ? ഞങ്ങൾ പറയുന്നത് എന്താ, ഞങ്ങൾ ഇപ്പോഴും ആ വാക്കിന്റെ പിന്നാലെ നടക്കുകയല്ല. ഇന്നത്തെ ദിവസം MM മണി പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാ? അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. അദ്ദേഹം പറയുകയാണ് KPCCയുടെ പ്രസിഡന്റ് തലയ്ക്ക് സുഖമില്ല. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുക, ഇപ്പൊ MM മണി എത്രയോ മുതിർന്നൊരു നേതാവാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഏകപക്ഷീയമായ ലൈസൻസ് കൊടുക്കുന്നത്? സുധാകരൻ പറയാണ് അയാൾ കമ്മീഷൻ കിട്ടിയാൽ എന്തും ചെയ്യുന്ന ആളാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്? മുഖ്യമന്ത്രിയെ ഇങ്ങനെ നേരിട്ട് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലൂടെ
തൃക്കാക്കരയിലെ കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും ഫ്രസ്ട്രേഷൻ ആണോ? എന്താണ് അതിന്റെ ഉദ്ദേശം? പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. അതല്ല, മുഖ്യമന്ത്രി മണ്ഡലത്തിലേക്ക് വരുന്നതിൽ അസഹിഷ്ണുത, പറയട്ടെ, സർ. മന്ത്രിമാർ മണ്ഡലത്തിലേക്ക് വരുന്നതിൽ അസഹിഷ്ണുത, മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നതിൽ അസഹിഷ്ണുത. ഞാൻ പറയട്ടെ സർ, എന്താ ഞാൻ പറയട്ടെ സർ. ഒരു ഇലക്ഷൻ മുഖത്ത് ഈ പറയുന്ന അസഹിഷ്ണുത സാധാരണ ഉണ്ടാവുന്ന എപ്പോഴാണ്? തോൽവി ഭയക്കുമ്പോഴാണ് രാഹുൽ. അല്ല, തൃക്കാക്കര പോലെ ഞങ്ങളുടെ ഒരു ഉറച്ച കോട്ടയിൽ 35,000-ൽ താഴെ ഭൂരിപക്ഷം പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ആ ഫ്രസ്ട്രേഷൻ ഇപ്പൊ എന്റെയോ UDF ഫ്രസ്ട്രേഷൻ അളക്കാനല്ലോ ഹാഷ്മി ഇരിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ സാർ. KPCCയുടെ പ്രസിഡന്റ് പറയാൻ പാടില്ല കേരളത്തിൽ. ഇപ്പൊ ഞാൻ പറയാൻ വരുന്ന വിഷയം അതാ. MM മണിക്ക് നിങ്ങൾ എന്താ ഏകപക്ഷീയമായ ലൈസൻസ്? ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം എന്താ? കെ സുധാകരന്റെ പ്രസ്താവനയാണോ? താങ്കൾ ടൈറ്റിൽ കാർഡ് അടിക്കുക. താങ്കളുടെ ടൈറ്റിൽ കാർഡ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഉണ്ടാകില്ല എന്ന് ഉറപ്പെനിക്കുണ്ട്. MM മണിയുടെ പടം വെച്ചിട്ട് താങ്കൾ ടൈറ്റിൽ കാർഡ് അടിക്കുക. എത്ര അധമമായ വാക്ക്, എത്ര അധമമായ സംസ്കാരം അത് MM മണിയിൽ നിന്നുണ്ടാവുകയാണ്, നിരന്തരമായിട്ട് ഉണ്ടാവുകയാണ്. അത് വളരെ ശരിയാണ് സാർ. ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ നേർക്കും കാണിക്കുന്നുണ്ട്. എംപ്ലോയറുമയിലെ സമര നേതാക്കന്മാർ കുറ്റിക്കാട്ടിൽ മറ്റേ പണിക്ക് പോയി എന്ന് കേരളത്തിലെ വേറെ ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. അദ്ദേഹം എന്ത് പറയുമ്പോഴും നിങ്ങൾക്ക് മണി ആശാനാകുന്നത് എന്താ? അപ്പോൾ നിങ്ങളുടെയൊക്കെ എടുത്തിരുത്തിയ സംസ്കാരം മണിയുടേതായതുകൊണ്ടാണോ നിങ്ങളൊക്കെ അദ്ദേഹത്തെ മണിയാശാൻ എന്നൊരു ടാഗ് ലൈനിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ? അവിടെ എന്താ വേറൊരു നീതി? അതോ MM മണിക്ക് മാത്രം നിങ്ങൾ ഇത്ര വലിയ ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള കാരണം എന്താ? അതോ MM മണി കേരളത്തിനകത്തോ കാക്കാശിന്റെ ഗുണമില്ലാത്ത നേതാവായിട്ട് നിങ്ങൾ തന്നെ മാറ്റിയിട്ടേക്കുന്നുണ്ടാണോ? ഒരു ക്രെഡിബിൾ അല്ലാത്ത നേതാവായതുകൊണ്ട് എന്തും പറയാം. അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹം ഈ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരു MLA അല്ലേ? കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ മുൻ മന്ത്രിയല്ലേ, പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്ത ആളല്ലേ? അദ്ദേഹത്തിന് എന്തും പറയാം. നിങ്ങൾ ലൈസൻസ് കൊടുക്കുകയാണ്. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അതിനുശേഷം അദ്ദേഹത്തെ കാണുമ്പോൾ ഈ ക്രൗര്യമൊന്നുമില്ലല്ലോ. ഞാനും അഭിമുഖം കാണുന്നതാണ്. പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. കുറച്ചേ കിട്ടുള്ളൂ, എനിക്ക് കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ. ഞാൻ പറയട്ടെ. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. കെ സുധാകരൻ പറഞ്ഞ വിഷയം എന്താ? ഭരണസ്തംഭനം. ഏതെങ്കിലും ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞോ കേരളത്തിൽ ഭരണസ്തംഭനമില്ല, ഇതൊക്കെയാണ് കാരണങ്ങൾ, ഈ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് കേരളത്തിൽ ഭരണസ്തംഭനം ഇല്ല എന്ന് സ്ഥാപിച്ചോ? ഇല്ല. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരിയായി ഇപ്പൊ എന്റെ സ്ഥിതി. അദ്ദേഹത്തെ ഒരു വാക്ക് പിടിക്കുകയാണ്, ഒരു ഉപമ പിടിക്കുകയാണ്. ആ ഉപമ പറഞ്ഞാൽ പെണ്ണുള്ളിടത്തോളം കാലം പെൺമാണിമ ഉണ്ടാകും എന്ന് പറഞ്ഞ EK നായനാറിന്റെ ഉപമ പോലെ അധപ്പതിച്ച അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു ഉപമ കെ സുധാകരന്റെ വായിൽ നിന്നുണ്ടായിട്ടുണ്ടോ? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമായിട്ടില്ല. ഇന്ന് പോലും ആണത്തമുണ്ടെങ്കിൽ ഈ മണിയാശൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മണിയാശൻ ആണത്തമുണ്ടെങ്കിൽ പറയട്ടെ, എന്താ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം ഈ നാട്ടിൽ? ഞാൻ അപ്പോഴേ പറഞ്ഞാട് ഇതൊന്നും എന്താ നിങ്ങൾ ജെൻഡർ ഓഡിറ്റ് നടത്താത്ത? എന്താ ആ ആണത്തം ഉണ്ടാകട്ടെ എന്ന് വേറൊരു നേതാവ്, ഒരു കോൺഗ്രസിന്റെ ബൂത്ത് സെക്രട്ടറി പറഞ്ഞാൽ വൈകുന്നേരം ശ്രീ ഹാഷ്മി എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുമല്ലോ. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ഒരു കോൺഗ്രസിന്റെ ബൂത്ത് നേതാവ്, പിന്നെ ആ ബൂത്ത് നേതാവ് രാഹുൽ ഗാന്ധിയേക്കാൾ ഉയർന്ന നേതാവാക്കി നിങ്ങൾ മാറ്റും. ആ രീതിയിൽ ഇൻട്രോ കൊടുക്കും. ഇൻട്രോ കൊടുത്തിട്ട് പറയും, ദാ കണ്ടില്ലേ സ്ത്രീ വിരുദ്ധമായ പരാമർശം നടത്തിയത് നിങ്ങൾ കണ്ടില്ലേ? എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഒരൊറ്റ മന്ത്രി പോലും എന്താ കേരളത്തിനകത്ത് ഭരണ സ്തംഭനമില്ല എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമം നടത്താത്ത എന്താ? അപ്പൊ മന്ത്രിമാർ പോലും അംഗീകരിക്കുന്നു ഭരണസ്തംഭനമുണ്ട്. എന്നെ സംശയിക്കരുത്. ഞങ്ങൾ പറഞ്ഞല്ലോ ആ വിഷയം, ഇനി ആ പ്രസ്താവനയാണ് വിഷയമെങ്കിൽ അത് പറഞ്ഞയാൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ ചോദ്യം, പിണറായി വിജയൻ പിൻവലിച്ചോ? നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക ഒരു സന്യാസി വര്യനായ ഒരു പിതാവിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച ആ വാക്കിനെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അരമന കയറിയിറങ്ങുമ്പോഴെങ്കിലും പിണറായി വിജയന്റെ പാർട്ടിക്കാർ തള്ളി പറയുന്നുണ്ടോ? മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.